ഗൈസ്, അപ്പം ഞങ്ങളുടെ നാട്ടിൽ വിനോദ വിജ്ഞാന മേള എത്തി. ഇത് ഓണം പ്രമാണിച്ചിട്ടാണ് കേട്ടോ അവിടെ വന്നേക്കുന്നത്. ഇത് 1 മാസം ഇവിടെ കാണും. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ പോയി. കയറി ചെന്നത് ഒരു നീല റൂമിൻ്റെ ഉള്ളായിരുന്നു. അവിടെ കുറേ മലകളൊക്കെ വെച്ചിട്ടുണ്ട്, മഞ്ഞ് പോലൊരു സംഭവമൊക്കെയാണ്. പിന്നെ കുറേ ഫ്ലവറാണ്, ഇത് ഫുള്ളും ഫ്ലവറാണ്, അപ്പുറത്തെ സൈഡും ഫ്ലവറാണ്. അതിൽ ആ മഞ്ഞ മാത്രമേ പ്രകാശം നിൽക്കുന്നുള്ളൂ, ബാക്കിയൊന്നും അത്ര കാണുന്നില്ല. പിന്നെ മീനുകളെയൊക്കെ കണ്ടു. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ വലിയൊരു മീനൊക്കെ കണ്ടു. പിന്നെ കുറേ എനിക്ക് അറിയാൻ പാടാത്ത കുറേ മൃഗങ്ങളും ജീവികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പാമ്പിൻ്റെ പിന്നെ ഘോഷയാത്രയായിരുന്നു. 1, 2, 3 ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചവർണ്ണ തത്ത, ഇയാളെ എനിക്ക് ഫോട്ടോ എടുത്തോ പറഞ്ഞ് കൊണ്ടുവന്ന് തരാം കേട്ടോ. പക്ഷെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല, വീഡിയോ എടുത്തു. പിന്നെ കുറേ ആൾക്കാർ മേത്തൊക്കെ ഇങ്ങനെ കയറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പറവകൾ. പിന്നെ എൻ്റെ ഫാമിലിയെ ഞാൻ കണ്ടെത്തി. അവരുടെ അടുത്ത് ക്യാമറയിൽ നോക്കാൻ പറഞ്ഞപ്പോൾ അവരപ്പുറത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മ. വീഡിയോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെയാണ് കേട്ടോ അവർ നിൽക്കണത്. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ ഫുഡിൻ്റെ അവിടെ എത്തി. മറ്റേ കോളിഫ്ലവറൊക്കെ മേടിച്ചു. ഈ സാധനം ഞാൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ മേടിച്ചു, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, ഒരു ടേസ്റ്റും ഇല്ല. എല്ലാവരും നല്ല ഡ്രസ്സ് ഇടുന്നു, ഞാൻ മാത്രം യൂണിഫോം താറാവ് നടക്കണ പോലെ നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ ആ വണ്ടിയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കറങ്ങി. കുഴപ്പമില്ല, തല കറങ്ങി എന്നുള്ളൂ. ബാക്കി നാളെ ഷോപ്പിൽ പോവാം. ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനൊരു സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് വന്നേക്കുന്നത്. കാരണം പിള്ളേർക്കൊക്കെ കുറച്ച് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, അടിപൊളിയാണ്. കുറേ കാണാനും കേൾക്കാനും എല്ലാം ഉണ്ട്. അപ്പോൾ നിറത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ഇത് വരുന്നത്. നേരെ ലൊക്കേഷൻ അവിടെയാണ് വരുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പിള്ളേർക്ക് മാത്രമല്ല, ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ച് റിലാക്സ് ഒക്കെ ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം. ബൈ.